ഹാപ്പി ബർത്ത്ഡേ ഇന്ദു. ഇന്ദു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ദു, ഹാപ്പി ബർത്ത്ഡേ ഷോപ്പോളെ പൊന്നെന്തുകുട്ടാ. ഞങ്ങൾ തമ്മിൽ കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇന്ദുണ്ടായത്. ഇന്ദുവിനെ ഞാൻ തന്നെയായിരുന്നു കൊണ്ട് നടന്നിരുന്നു, എല്ലാ സ്ഥലത്തേക്കും എടുത്തുകൊണ്ട് നടന്നിരുന്നു. ഷോപ്പോളെ എന്ന് വിളിച്ച് എപ്പോഴും ഉണ്ടാവും. എൻ്റെ പിന്നാലെ ആൾക്കാർ കളിയാക്കിയിരുന്നു, മൗഗ്ലി അണ്ണാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴും എൻ്റെ ഒക്കത്താവും അല്ലെങ്കിൽ എൻ്റെ തോളത്താവും, അങ്ങനെ ഞാൻ കൊണ്ട് നടന്നിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ 40 വയസ്സായി എന്നൊക്കെ പറയും. ഭയങ്കര വണ്ടർ എനിക്ക്. 40 വയസ്സൊക്കെ ആയോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനും അത്രയും പ്രായമായി. എന്തായാലും എല്ലാ നന്മകളും എൻ്റെ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പോന്നപ്പോഴേക്ക് അതിന് പനിയൊക്കെ വന്നു. പാവയ്ക്ക് ഭയങ്കര സങ്കടമായി. അതിനിട്ട് പോരാനായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ കരഞ്ഞത് ഏറ്റവും കൂടുതൽ അതിനെ ആലോചിച്ചിട്ടായിരുന്നു. എന്തായാലും 40ാമത്തെ പിറന്നാളൊക്കെ അല്ലേ, വളരെ സന്തോഷമുണ്ട്, അതിലേറെ സങ്കടമുണ്ട്. എനിക്കിനി ഒരുപാട് വർഷങ്ങളൊന്നും അതിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ സങ്കടമുണ്ട്. ആയിക്കോട്ടെ, നല്ലത് മാത്രം ആശംസിക്കുന്നു. കുഞ്ഞുപാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വച്ചതാരാണി കിന്നരിപ്പൊൻ തലപ്പാവ്. ഹാപ്പി ബർത്ത്ഡേ ഇന്ദു. അങ്ങനെ ഇന്ദുവിൻ്റെ 40th ബർത്ത്ഡേ ആയത്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 40 വർഷം. ഞാൻ 10 പഠിക്കുമ്പോഴാണ് ഇന്ദു ജനിക്കണത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. 10ൽ പഠിക്കണ എനിക്ക് ചെറിയൊരു അനിയത്തിന്ന് ഭയങ്കര നാണക്കേടായിരുന്നു പറയാൻ. എത്രയോ ഞാൻ ഇന്ദുവിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ എന്തോ വല്ലാത്തൊരു അത്ഭുതവും ഇതൊക്കെയാണ്. എന്തായാലും ഇന്ദുവിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നല്ലൊരു 40ാമത്തെ വർഷം, നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. അയ്യോ ഓണാണ്, പറഞ്ഞോളൂ. 1986 മെയ് 26-ാം തീയതി രാവിലെ 8:25 ഒരു കുഞ്ഞു പഞ്ഞിക്കെട്ടിനെ നഴ്സിൻ്റെ കയ്യിൽ വെച്ച് തന്നു. എനിക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ ആവുകയാണ് ചെയ്തത്. എത്ര പെട്ടെന്നാ കാലം പോയത്. ആ കുട്ടി ഇപ്പോൾ 40 ക്ലബിലേക്ക് കയറുകയാണ്. എന്തായാലും ഇന്ദുവിന് ഒരുപാട് സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. എന്നെക്കാളും 7 വയസ്സിന് ഇളയതാണ് എങ്കിലും ഇന്ദുവിനെ എനിക്കൊരു അനിയത്തിനെ പോലെയല്ല, എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും കണക്കാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് തമ്മിൽ ഒരുപാട് രസമുള്ള ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നിന്ന സമയവും 10ാം ക്ലാസ്സിലെ വെക്കേഷന് അവളെ 10ാം ക്ലാസ്സിലെ ഓരോ സബ്ജക്റ്റ് പഠിപ്പിച്ചതും ഒക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. പിന്നെ ഞങ്ങൾ ആനയും ഉറുമ്പും തമ്മിലുള്ള കഥകൾ എപ്പോഴും പറയുമ്പോൾ ഇന്ദു ആനയും ഞാനും ഉറുമ്പും എന്നുള്ള രീതിയിലാണ് പറയാറുണ്ടായിരുന്നത്. ആനേന്ദു ഉറുമ്പിക എന്നായിരുന്നു ഞങ്ങളുടെ പരസ്പരമുള്ള വിളിപ്പേര്. ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. എപ്പോൾ മനസ്സിൽ വിഷമം തോന്നുമ്പോഴും, എനിക്ക് വിഷമം തോന്നുമ്പോൾ ഞാൻ പറയാതെ തന്നെ അവൾക്കത് മനസ്സിലാവും. എത്ര ദൂരെയാണെങ്കിലും അവൾക്ക് മനസ്സിൽ വിഷമം വരുമ്പോൾ അവൾ പറയാതെ തന്നെ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു ബോണ്ടാണ്. എന്തായാലും 40 ക്ലബിലേക്ക് വരുന്നുണ്ട്. പിന്നെ വേറൊരു രസമുള്ളൊരു ഓർമ്മ, പിന്നെ ഒരിക്കൽ 2 വീലർ എടുത്ത് പോണ സമയത്ത് ഞാനായിരുന്നു അവളുടെ പുറകിലുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ ആ കിള്ളിക്കുറിശ്ശിക്ക് ഇറങ്ങണ ആ പാടത്തിൻ്റെ അതിൽ എത്തിയപ്പോൾ രണ്ടുപേരും കൂടി നേരെ പാടത്തേക്ക്, ഇവക്ക് ബ്രേക്കും കിട്ടുന്നില്ല. നല്ല രസമായിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകളാണ്. ഒന്നും പഠിക്കില്ല. SSLCയുടെ സ്റ്റഡി ലീവിനൊക്കെ വന്നിട്ട് ഒന്നും പഠിക്കാണ്ട് വെറുതെ നടന്നിട്ട് പരീക്ഷേൻ്റെ ഒരാഴ്ച മുന്നേ അങ്ങനെ എന്നോട് ചോദിക്കും, ഇനി പഠിച്ചാൽ തീരുമോ അമ്പിപ്പോളെ? അപ്പം ഞാൻ പറയാം തീരും. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ. അപ്പോൾ വെൽക്കം ടു 40 ക്ലബ്. ഒരുപാട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.
അപ്പോൾ ഒത്തിരി നല്ല എന്നും സ്നേഹത്തോടെ ഓർക്കുന്ന എൻ്റെ കുഞ്ഞി പെങ്ങൾക്ക് അല്ലെ എൻ്റെ കുഞ്ഞുമോൾക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും. ലവ് യു ഉമ്മ. Happy birthday to my young and charming Chitta. So I never feel like she is my mom's sister. I always feel like she is my own sister. We used to share all our emotions, especially during these days when we are far apart. Happiest birthday to you. Enjoy your birthday and have a blessed year ahead. പറയൂ. ഹായ് ഇന്ദുച്ചിട്ടേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ എന്ത് ചിറ്റേ.